ഹായ് ഹലോ രാജു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ആദ്യം തന്നെ അമ്മ ചോദിക്കട്ടെ, കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? പിന്നെ മഴയൊക്കെ ഒന്ന് ഒഴിച്ചുവല്ലേ? എന്നോട് കുറെ ഈ കുട്ടികളെ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ മക്കളൊക്കെ പറയുന്നു. അപ്പൊ ഒന്നും അല്ല കേട്ടോ, ഒന്ന് ആ പെരുമഴ പോട്ടെ വിചാരിച്ചിട്ടാ. നമുക്ക് തണുപ്പല്ലേ, ഒരുപാട് തലയിൽ ഇങ്ങനെ യൂസ് ചെയ്ത് കാണിക്കാൻ എനിക്കും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരരുതല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മള് ഹെയർ കെയർ ചലഞ്ച് ഒന്നാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഹെയർ കെയർ ചലഞ്ച് എന്നല്ല, ഹെയർ ഗ്രോത്ത് ചലഞ്ച്. ഓക്കെ, ഗ്രോത്ത് വരാനും നീളം വെക്കാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, പൊട്ടിപ്പോവുക, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും, നിങ്ങൾക്ക് പുതിയ മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് അമ്മ കുറേ ടിപ്സുകൾ പറഞ്ഞു തരണ്ട കേട്ടോ. പാക്കുകളായിട്ടും അങ്ങനെയൊക്കെ അമ്മ കാണിച്ചു തരണ്ട. ഡെയിലി 1 2 എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു തരണ്ട നിങ്ങൾക്ക്. അപ്പൊ ഒന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തന്നത്. ആദ്യം തന്നെ നമ്മൾ മുടി ഒന്നും ചെയ്യാതെ ചളിയോ അങ്ങനെയൊക്കെയുള്ള മുടിയിലൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ആദ്യത്തെ ദിവസം നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ, വേഗം പറയാൻ വിചാരിച്ചിട്ടാണ്, ചിലവർക്ക് സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ബൗളിലേക്ക് നമ്മൾ തേക്കണ എണ്ണ ഏതാച്ചാ അത് നമുക്കൊരു, ഞാൻ പറയാച്ച ഒരു 2-3 സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുളുക്കനെ നന്നായിട്ട് എണ്ണ തേക്കണം, മനസ്സിലായില്ലേ? നന്നായിട്ട് സ്കാൽപ്പിലും പിന്നെ ഹെയറിലൊക്കെ എണ്ണ തേക്കേണ്ട ദിവസമാണ് ഒന്നാമത്തെ ദിവസം. കണ്ടില്ലേ എണ്ണ? ഇനി നമ്മൾ അതിലേക്ക് എന്താ ചേർക്കണമെന്ന് കണ്ടോളൂ കേട്ടോ. 4-ൽ 1 കാസ്ട്രോയിലാണേ. കണ്ടോ, നമ്മളിനി ചേർക്കണ കാസ്ട്രോയിലാണ്. ഇത് ഇല്ലാത്തവര് ഉപേക്ഷിച്ചോളൂ, ഇല്ലാത്തവര് കൊടുന്നോളൂ. 100 ഗ്രാമിന്റെ കുപ്പിക്ക് 60 രൂപയുള്ളൂ കേട്ടോ. പല വിലയുടെ ഉണ്ട് കമ്പനി. ഒന്നിന് നമുക്ക് 80 രൂപയും ഒന്നിന് 60 രൂപയും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ 1 സ്പൂൺ എടുക്കാവുള്ളൂ. 1 സ്പൂൺ കണ്ടോ, അത്രയും എടുക്കാവുള്ളൂ. ഫില്ലർ എടുത്തന്നെയാണ് ഞാൻ ഏറാതിരിക്കാൻ. കണ്ടല്ലോ, ഉണ്ടോ? ഒരു 4-5 തുള്ളി കണ്ടോ, അത്രേ വേണ്ടു. 4-ൽ 1 ഭാഗേ പാടുള്ളൂ കേട്ടോ. കാസ്ട്രോയിൽ ഒന്നിച്ച് കാസ്ട്രോയിൽ ആയി എന്താണെന്നറിയോ, നല്ല ടൈറ്റുള്ള എണ്ണയാണ്. അപ്പോൾ നമുക്ക് അത്ര തന്നെ വേണ്ട. പക്ഷേ ഹെയർ ഗ്രോത്ത് കൂടാൻ ഏറ്റവും നല്ല എണ്ണ നമ്മളുടെ തന്നെയാണ് കേട്ടോ, കാസ്റ്റർ ഓയിൽ. അമ്മ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് എല്ലാ എണ്ണയുടെ കൂടി ഇത് ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അമ്മ നിയമങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അമ്മ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പ് പറയാണ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാൽ അമ്മ ഹെയർ ഗ്രോത്ത് ചലഞ്ചാ ചെയ്യണം എന്നുള്ള നിലയിൽ ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് 30 ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടണ്ടേ, ഞാൻ എന്താ ചെയ്യണമെന്ന് കാണണമെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ ബെല്ലൈക്കൻ അമർത്താത്തവരൊക്കെ ഒന്ന് അമർത്തി വെക്കണം. എങ്കിലാണ് പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നത് കിട്ടുള്ളൂ. കുറച്ച് കുട്ടികളെ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നും എന്തിനങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ എണ്ണ ഇങ്ങനെ ഇനി വീഡിയോയിലേക്ക് പോവുകയാണ്. എണ്ണ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മൾ ചൂടാക്കി കൊടുക്കുന്ന കേട്ടോ. വെള്ളം കാണാനില്ലേ, കുമിളകളൊക്കെ. നീ അടുക്കളയിലേക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ടാ കുട്ടികളെ. കണ്ടോ, അപ്പൊ നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒന്ന് കണ്ടോ, കയ്യോ സ്പൂൺ ഉണ്ട് ഇവിടെ, കൈ കൊണ്ടാണ് കണ്ടോ. അപ്പൊ നമ്മൾ ഒന്നിങ്ങനെ ഇളക്കി ഇതൊന്നും ഇങ്ങനെ ലൈറ്റ് ചൂട് ഒന്നിങ്ങനെ അതിന്റെ തണുപ്പ് കളയാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് നമ്മൾ തണുപ്പ് കളഞ്ഞു. ഇപ്പൊ ചൂടായി കേട്ടോ. നല്ല കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യണം. 2 എണ്ണയില്ലേ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നന്നായിട്ട് ഇതിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഡബിൾ ബോയിലിങ് ചെയ്യുക കേട്ടോ. ചെറുതായിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യുക. പിന്നെ ഇത് കയ്യിലെടുത്തുനിന്നാൽ നമുക്ക് ചൂടാക്കണ്ടല്ലോ. അപ്പൊ സുഖമായി. കണ്ടോ, അപ്പൊ ഇത് ചൂടായി. ചൂടായി കണ്ടോ. അപ്പൊ ഇനി ചൂടായി. ഇനി നമ്മൾ എന്താ വെച്ചാൽ മുടി പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ തലേ ദിവസം രാത്രി നന്നായിട്ട് മുടി കെട്ടൊക്കെ കളഞ്ഞ ടോണർ ഉപയോഗിക്കണവര്, അങ്ങനെ പലതും ഉപയോഗിക്കണവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ 2 തുള്ളി വെളിച്ചെണ്ണയെങ്കിൽ നമ്മൾ ഇങ്ങനെ തേക്കണ ഏതെണ്ണച്ചാലും കയ്യിലാക്കി മസാജൊക്കെ ചെയ്ത് നിങ്ങൾ കൂട് കളഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവര് രാവിലെ നീച്ച് മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ ഇങ്ങനെ ഒരു ചീർപ്പുകൊണ്ട് നന്നായിട്ട് തലപ്പത്തുനിന്ന് അമ്മ ഒന്ന് കെട്ട് കളഞ്ഞു വെച്ചതാട്ടോ. അപ്പൊ ആദ്യം പുതിയ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ കാണിക്കണത്. എന്തിനാ അങ്ങനെ കാണിക്കണം വിചാരിക്കണ്ട. അപ്പൊ തലപ്പത്തുനിന്ന് കെട്ട് കളഞ്ഞ മുരട്ടിലെ കെട്ടൊക്കെ കളഞ്ഞ് നമ്മൾ ഇങ്ങനെ തലപ്പത്ത് ആദ്യം കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിൽ കണ്ടില്ലേ ഇങ്ങനെ. അപ്പൊ എന്നിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചീന്തി വൃത്തിയാക്കി വെക്കുക, ഇങ്ങനത്തെ ഒരു ചീർപ്പുകൊണ്ട് മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചീന്തി കെട്ടൊക്കെ കളഞ്ഞ് വെച്ചു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഓയിൽ ചെയ്യണം കേട്ടോ. തലപ്പത്തും എല്ലാവരും സ്കാൽപ്പിലും കണ്ടല്ലോ. നമ്മൾ ഈ എന്താ പറയുന്നുണ്ടോ, നമ്മളിങ്ങനെ മാടിയിട്ട് കണ്ടോ, നന്നായിട്ട് തേക്കേണ്ട ദിവസമാണേ. നമ്മൾ ഫസ്റ്റ് ഡേ ആണേ നല്ല എണ്ണ തേച്ച് നമ്മളെ സ്കാൽപ്പ് നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് 30 ദിവസമൊക്കെ ആകുമ്പോഴേക്കും മുടി നന്നായി ഗ്രോത്തില്, കട്ടിയില്, നല്ല കറുത്ത തിക്നെസ് ഉള്ള മുടി എല്ലാവർക്കും വളരും കേട്ടോ. എന്നുവെച്ചാ നമ്മളുടെ സ്കിന്നിനേക്കാൾ അപ്പുറത്താട്ടോ നമ്മളെ ഹെയർ. ഏത് പ്രായത്തിലും വളരും കേട്ടോ മക്കളെ. ആരും പേടിക്കാതെ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ.
ഏത് പ്രായത്തിൽ നമുക്ക് വളരുന്ന ഒരേ സാധനം മുടിയാണ്. എൻ്റെ അമ്മയായിരുന്നു മക്കളെ അതിന് തെളിവ്. അമ്മ മരിക്കുമ്പോഴാണ് ഞങ്ങള് എത്ര മുടിയാന്ന് അറിയോ അമ്മയ്ക്ക്, നല്ല വളരെയാണ്. ഞങ്ങളെക്കാളൊക്കെ ഹെയർ ഗ്രോത്ത് അമ്മയ്ക്ക്, തോനെ മുടി. അപ്പോൾ പ്രായം കണക്കില്ല എന്ന് മനസ്സിലാക്കൂട്ടോ. അപ്പൊ നമ്മള് അമ്മയുടെ കൂട്ടം പറഞ്ഞ് ഞാന് സെന്റിമെന്റ് ആവും, വേണ്ട, ദുഃഖിക്കേണ്ട, രാവിലെ സന്തോഷമായിരുന്നാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ, ഒരു അസുഖവും ഇല്ല എന്ന് വിചാരിക്കണം. ഇന്നലെ എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഷുഗർ എന്ന്. ഷുഗർ അതിന്റെ പാട്ടിൽ പോകുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എനിക്ക് അസുഖം തരില്ല എന്നുള്ള പ്രതീക്ഷയിലാട്ടോ ഞാൻ 30 ദിവസം ഹെയർ കെയർ ചലഞ്ചിക്ക് പൂർത്തീകരിക്കണം എന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ഈ പാവ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഹെയർ തലയോട്ടിയിൽ ഇളം ചൂടുള്ള എണ്ണ തേച്ചു കേട്ടോ. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണേ കുട്ടികളെ. അപ്പൊ നമ്മൾ നല്ല പോലെ കണ്ടോ, നല്ല ഹെയറിലൊക്കെ നല്ല എണ്ണ തേക്കണം കേട്ടോ. കണ്ടോ, അത്യാവശ്യം തലപ്പത്തൊക്കെ നമുക്ക് പൊട്ടിപ്പോവുള്ളൂ. നല്ല ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ നന്നായി എണ്ണ തേച്ച് നിങ്ങൾ ഏത് ഷാമ്പു ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഷാമ്പു അത്ര കെമിക്കലൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനൊരു സൂത്രം ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കണതിന് ഒരു ഐഡിയാസ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ടേ. അതപ്പോൾ ഞാൻ ഷാമ്പു എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിതാ നന്നായി എണ്ണ തേച്ചു കേട്ടോ. ഇനി എല്ലാവരും അവരാർക്ക് ആവണത്ര എണ്ണ നേരെ തേച്ചോളുണ്ട്. അത് നല്ല നമ്മളിന്ന് അത്യാവശ്യം എണ്ണ ഷാമ്പു ഇട്ട് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇനി നല്ല തലയോട്ടിയിൽ നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ണട വെച്ചുള്ള കുട്ടികളെ കാഴ്ച പ്രശ്നം വേണ്ട വിചാരിച്ചിട്ട് ക്യാമറയിലേക്ക് നോക്കല്ല തോന്നുള്ളൂ, കണ്ണട ഇല്ലെങ്കിൽ. അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. നിങ്ങൾ നേരെ കയ്യ് സ്മൂത്തായിട്ടേ തലയിൽ കൂടെ പോവാളൂ കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. അത് ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല, അതാണ് കേട്ടോ. അതുകൊണ്ടാണേ ഇങ്ങനെയാണ് എന്നും. അപ്പോൾ തലയിൽ ചെല്ലുമ്പോൾ കൈ സ്മൂത്ത് ആയിട്ടാട്ടോ. അപ്പൊ എല്ലാവരും സ്മൂത്തായിട്ട് തലയിൽ എണ്ണയൊക്കെ നേരെ വൃത്തിയിൽ തേച്ചു. ഇനി ചീന്തൊന്നും വേണ്ട കേട്ടോ. ഇനി ചെയ്യാനുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കൊരു കാര്യം ചെയ്തു വെക്കാണ്ട്. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ എണ്ണ വെച്ചാൽ ഇതൊരു വലിയ സംഭവം ഒന്നല്ല കേട്ടോ. ഒരു അമ്മയല്ലേ പറഞ്ഞു തരുന്ന, ഒരു പേടിയില്ലാതെ ചെയ്തോളും, മുടി വളർന്നോളും. ഇനി എന്താ വെച്ചാൽ ഒരു കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ അലോവേര കേട്ടോ. അപ്പൊ നമ്മൾ ഈ രണ്ട് പുറത്തതും കളഞ്ഞ് കണ്ടില്ലേ, നമ്മളെ ഈ മൂട്ടിലത്തതും കളഞ്ഞ് അമ്മ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കഴുകിയതാട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ കയ്യിൽ അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അതിൻ്റെ ഒരു ജെൽ ഇതെടുത്താൽ മതി കേട്ടോ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ കളറില്ലാത്തത് വാങ്ങാൻ പറയുകൊണ്ടൊന്നും നല്ലതാ വാങ്ങണവരോടെ. എനിക്ക് തന്നെ പച്ച കളറുള്ളതാ കുട്ടികളെ കിട്ടിയത്, പക്ഷെ കളറില്ലാത്ത നല്ലത്. ഇപ്പൊ നമ്മളെ വീട്ടിലെ അലോവേര ഉള്ളതുകൊണ്ട് അമ്മ ഒറിജിനൽ എടുത്തു മാത്രം. ഇത് എന്തിനാണെന്നറിയോ, നമ്മൾ ഷാമ്പു വാഷൊക്കെ കഴിഞ്ഞ വഴിക്ക് നമ്മൾ ഇത് എന്ത് ചെയ്യും വെച്ചിട്ട് ഒരു കണ്ടീഷണർ, നമ്മളെ മുടി അല്ലെങ്കിൽ വല്ലാതെ പുറത്തേക്കൊക്കെ പോണവർക്ക് മുടി ഇങ്ങനെ ആകെ തോനായിട്ടൊരു സുഖം ഉണ്ടാവില്ല, എണ്ണ മെഴുക്കില്ല. അതുപോലെ ഒരു കണ്ടീഷണറിന് പകരം നമ്മൾ എന്ത് ചെയ്യണു, ഇത് അലോവേരയും വൈറ്റമിൻ ഇ ക്യാപ്സുളും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത വഴിക്ക് ഇത് തേച്ചിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമുക്കിപ്പോൾ ഉണ്ടാക്കി വെക്കാം. അതെന്താ ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കണ്ടോ, ഒന്നും ചെയ്യാനില്ല, നടുകൊണ്ട് പിളർന്നെടുക്കന്നെ. കണ്ടില്ലേ, നമുക്ക് സുഖാട്ടോ. വാങ്ങിയ ജെല്ലാണ് നല്ലത്. അല്ല, വാങ്ങിയ ജെല്ല് ഗുണം കുറവല്ലേ, നമുക്ക് എളുപ്പം പണിയെടുക്കാൻ സുഖാട്ടോ. അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നത് കണ്ടോ, ചീർപ്പോണ്ടൊക്കെ ഇങ്ങനെ എടുത്താൽ നല്ല അത്യാവശ്യം നേരെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങളൊക്കെ ഇങ്ങനെ ചീർപ്പ് എടുത്തോട്ടോ, ഒന്നാത്തിരി നേരെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരെ കിട്ടി, ഇതിപ്പോ ഒരു ലേശമൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൊണ്ട് അടിക്കാം, അല്ലെങ്കിൽ നമുക്കിത് തേക്കാൻ കിട്ടില്ല. എന്താ വെച്ചാൽ വാങ്ങണ കണ്ടീഷണറിനേക്കാളും ഉപയോഗമല്ലേ കേട്ടോ. നമ്മൾ ഈ കെമിക്കല് വേണ്ട കുട്ടികളെ. നമ്മൾ ഇങ്ങനത്തെ അലോവേരയുടെ നമുക്ക് ജെല്ല് വാങ്ങിക്കാൻ കിട്ടുന്നത് എടുത്തോളിന്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അധികമൊന്നും വേണ്ട, ഒരൊറ്റ സ്പൂണേ വേണ്ടൂ കേട്ടോ. നമ്മളിപ്പോൾ അതൊരു ലീഫിന്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ, കാരണം നമുക്കിതിനിപ്പോൾ മുറിച്ച് വെക്കേണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അത്രയും വേണമെന്നില്ല. കണ്ടല്ലോ, നമ്മളെ മുടി നല്ല സ്മൂത്തി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഷാമ്പു ചെയ്ത ദിവസം ഉണ്ടാവില്ല, മുടി ഒരു സുഖം ഉണ്ടാവില്ല, രാത്രി ആകുമ്പോഴേക്കൊക്കെ കെട്ട് പണയും. അപ്പൊ അതുണ്ടാവില്ല കേട്ടോ ഇത് വെച്ചാല്. അപ്പൊ ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ നമ്മൾ കണ്ടോ, ഇത് മിക്സിയിലെ വെള്ളമൊന്നും കൂട്ടരുത് കേട്ടോ, അത് മാത്രമായിട്ട് എന്നാണ്ട് അടിച്ചാൽ മതി. അത്രയല്ലേ നമുക്ക് വേണ്ട, ഒരു കണ്ടീഷണറിനല്ലേ അപ്പൊ അത്രേ വേണ്ടുള്ളൂ. അപ്പൊ നമ്മളിത് അടിച്ചു, ഒരു ലീഫിന്റെ മതി, ധാരാളാട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് അരിക്കാം. ഞാനൊരു തോർത്താട്ടോ എടുത്തത്. ഷാള് ഒക്കെ കുറവാണ് കുട്ടികളെ, ചുരിദാറൊക്കെ അമ്മയ്ക്ക് കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഷാളൊക്കെ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നശിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ചവിടെ പോയില്ലേ, പോട്ടെ. കണ്ടോ, നമ്മൾ നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു ജെല്ല് നമുക്ക് കിട്ടി. കണ്ടോ, നമ്മൾ ഇതിൽ കെമിക്കലൊന്നുമില്ല, ധൈര്യമായിട്ട് തേക്കാലോ. ചിലവർക്ക് ആ പച്ച ഉണ്ടല്ലോ, അലോവേരയുടെ പച്ച ചൊറിയുന്നുണ്ട്. എനിക്കത് എന്താ അറിയില്ല, വലിയ സുഖം പോരാ. അതുകൊണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ
വെള്ളം മാത്രം എടുത്ത് പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് തോന ഉണ്ടാകും. അതുകൊണ്ട് എന്താ കാര്യം. ഇനി നമ്മൾ ഇതിലേക്ക് കണ്ടോ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. കണ്ടീഷണർക്ക് അത് കണ്ടീഷണർ ഒന്നേ വേണ്ടു, രണ്ടെണ്ണമൊന്നും വേണ്ട. അതൊന്നും ഇവിടെ കുത്തിയ കുത്തി കണ്ട. നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചിലപ്പോൾ കുപ്പിയിൽ വാങ്ങാൻ കിട്ടണവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. എന്നാ പിന്നെ സുഖമാണ്. ഞാൻ ഇത് ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് ആക്കി കിട്ടിയത്. എത്ര കുറച്ചേ ഉള്ളൂ അല്ലേ. മതി. നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം. ഇതിന് നമ്മൾ ഷാമ്പു തേച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞിട്ട് പിന്നെ ഇതും തേച്ചിട്ട് ഒന്നാണ് കഴുകി കളയാനുള്ളതാണ് കേട്ടോ. അല്ലാതെ കുളി കഴിഞ്ഞിട്ട് തേക്കരുതേ ആരും. കുളിക്കണതിൻ്റെ മുന്നേ തന്നെ വേണേ ഇതൊക്കെ തേക്കാൻ. കണ്ടോ ഇനി അവിടെ ഇരിക്കട്ടെ, നമുക്ക് റെഡിയായി. ഇനി ഞാൻ കണ്ണട ഊരിക്കട്ടെ. ഒരു കാര്യം കണ്ടോ, വാർദ്ധക്യത്തിന് വിടാറിട്ട് അമ്മ ഇന്നലെ എന്നുവെച്ചാൽ മിനിഞ്ഞാന്ന് എന്നപ്പോൾ വെള്ളിയാഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് അമ്മ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചുളിവുകളൊക്കെ അകറ്റും. എല്ലാവരും ഇത് തേക്കണം കേട്ടോ. കുട്ടി ചെറുക്കിയാണ്, ചുളിവുകളൊക്കെ പോവേ, എന്താ പോവാതെ കണ്ടോ. അപ്പൊ ഇത് നമ്മള് നല്ല കയ്യിലെടുത്തിട്ട് കണ്ടോ, മുഖത്തും കയ്യിലൊക്കെ നല്ല കൊഴുപ്പുള്ള ഒരു എണ്ണ കുട്ടികളെ കണ്ടല്ലോ. കയ്യിൽ നന്നായിട്ട് നമ്മൾ കുളിക്കണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഏതായാലും നമ്മളിന്ന് നല്ല ഡീപ്പായിട്ട് എണ്ണ തേക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ നേരെ തേക്കണം കേട്ടോ. എല്ലാവരും ഇത് തേച്ചിട്ട് ഇങ്ങനെ മേലോട്ട് ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ടേ ഡെയിലി ഉപയോഗിച്ചോളൂ. നല്ലതാട്ടോ. അമ്മത് എന്തിലാന്ന് പറയുക, കാസ്റ്റർ ഓയിലിൽ ഉണ്ടാക്കിക്കണ്ടത്, അതായത് ആവണക്ക എണ്ണയല്ലേ. നമുക്കിവിടെ ഉണ്ടായിരുന്നു ആവണക്കെണ്ണ, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കിയാലും ഇതേ ഫലം തന്നെയാണ്, ഒലിവ് ഓയിലിൽ ഉണ്ടാക്കിയാലും ഇതേ ഫലം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കണ വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. നമ്മുടെ അതിൽ കയറിയിട്ട് എന്താ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ അതെല്ലാവരും ഉപയോഗിക്കണം. എന്താ വെച്ചാൽ നല്ലതാ കുട്ടികളെ. ചുളിവ് തന്നെ ഒക്കെ പോകുന്നുണ്ട്. ചുളിവിന്റെ കൈ നല്ല ചുളിവുണ്ടായിരുന്നു. അനുഭവം കൊണ്ട് പറയാ കേട്ടോ, ചുളിവ് പറ്റ മാറുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് മുഖത്തും കഴുത്തിലും എല്ലായിടത്തും തേക്കാം കേട്ടോ. നന്നായിട്ട് കുളുക്കൻ തേക്കാം. കണ്ടോ പിന്നെ കൊഴുപ്പുള്ള ഒരു എണ്ണയാണ്. നെറ്റിയത് അവിടെ തേക്കുമ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് തേക്കണം കേട്ടോ. അതുപോലെ ഇവിടെ തേക്കുമ്പോൾ നമ്മളെ കയ്യിൽ എണ്ണ എടുത്തിട്ട് കണ്ടോ, വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഇങ്ങനെ കണ്ടോ. അപ്പൊ നമ്മളിവിടെ തൂങ്ങില്ല. നമ്മൾ പ്രായമായി വരുന്നവരൊക്കെ തൂങ്ങും. അപ്പൊ നമുക്ക് ആ തൂങ്ങലൊന്നും ഇല്ലാതെ ഒരു വയസ്സായ ഒരു അനുഭവം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുട്ടികളെ പോലെ നമുക്കും തുള്ളിച്ചാടി നടക്കാൻ മുഖമൊക്കെ വൃത്തിയായിട്ട്. എന്തിനാ നമ്മൾ തുള്ളിച്ചാടി നടക്കാതിരിക്കണ, കുറച്ചല്ലേ ആയുസുള്ളൂ. അപ്പൊ ആ സമയം നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. ഇനി ഇതാ ഇവിടെയൊക്കെ തേക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് കണ്ടോ, മുകളിലേക്ക്. പിന്നെ ഇവിടെ തേക്കുമ്പോൾ കണ്ടോ നമ്മളിങ്ങനെ അടിയിലിരിക്കാം കണ്ടോ. ഇതൊരു മുഖയോഗ കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് മയപ്പെട്ട് ഇങ്ങനെ കൊടുന്ന് വെക്കുക കണ്ടോ. എനിക്ക് യോഗ അറിയാട്ടോ, ഞാൻ ചെയ്യാറില്ല, കള്ളത്തി. ഇങ്ങനെ വെക്കുക കണ്ടോ. ഇങ്ങനെ മേപ്പെട്ടാക്കുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കിഴപ്പെട്ടാക്കുക. ഇടയ്ക്ക് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ തേച്ചില്ല എണ്ണ പതുക്കെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്യാണ്ടോ. നമ്മളെ മുഖം ഒന്നും ഇങ്ങനെ ടൈറ്റ് ആവും, അങ്ങനെ തൂങ്ങി വരില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീഴരുത് കേട്ടോ, എപ്പോഴും ഇങ്ങനെ. അപ്പൊ എന്നെ കാണാൻ നല്ല ഭംഗിയായില്ലേ എണ്ണയെ കുളിച്ചിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ മുഖത്തും ചെവിയിലും കഴുത്തിലും ബാക്കിയുള്ള എണ്ണ കഴുത്തിന്റെ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ മുകളിലോട്ട് കേട്ടോ, ഇങ്ങനെ മുകളിലേക്ക്. ഈ 2 സൈഡ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് ആവരുത്. അപ്പൊ നമുക്ക് ചുളുക്ക് ഇവിടെ വരും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ അടിയിലേക്ക് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ അടിയിലേക്ക്. ഇത് ശ്രദ്ധിച്ചോളൂ, ഇതിങ്ങനെ അടിയിലേക്ക്. ഇതായിട്ടൊരു വീഡിയോ ചെയ്യാതിരിക്കാനുണ്ടോ. ഇവിടെ ഈ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് അടിയിലേക്ക് കണ്ടില്ലേ. എന്നാലേ നമ്മളിവിടെ ഇങ്ങനെ കഴുത്ത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ചുളിവ് വരും. ഇവിടെ മാത്രം മുകളിലേക്ക് പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഈ താടിയുടെ ഇവിടെയൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊന്ന് ചെയ്യും. നമ്മളെ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഇതങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടേക്ക് കൊടുന്ന് വെക്കുക കണ്ടോ. നമ്മളെ മുഖത്തിന്റെ ശരിക്കുള്ള ഷേപ്പ് ജനിക്കുന്ന സമയത്തെ പോലെ അല്ലല്ലോ വയസ്സാകുമ്പോൾ ഇവിടെ തന്നെ തൂങ്ങി. എനിക്കൊക്കെ ഉണ്ടേ. പിന്നെ നമ്മൾ നാവുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കുഴി പോകാൻ, എനിക്കൊക്കെ ഉണ്ട് കുട്ടികളെ കുഴി, ഞാനതൊന്നും ചെയ്യാഞ്ഞിട്ടാണ്ടോ. ഇനി നാവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കാണിക്കുക, ഈ പുറം അങ്ങനെ. അതുപോലെ ഈ മുഖത്തുള്ള ടാപ്പ് ചെയ്യൽ നമ്മൾ എണ്ണ മുഴുവൻ ആയതിന്റെ ശേഷം ആദ്യം തന്നെ ചെയ്തോളൂ കേട്ടോ. രണ്ടാമത് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ടോ, രണ്ടാമത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അതാ കാണിക്കാൻ മറക്കുക. ഇങ്ങനെ
രണ്ടാമത് ഇങ്ങനെ, മൂന്നാമത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 5 പ്രാവശ്യം. പിന്നെ ഇവിടുന്ന് നാലാമത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊടുന്ന് വെക്കാണ്ടോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ വരയൊക്കെ പോയിട്ട് ക്ലീൻ ആവും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കമന്റ് ബോക്സിലെ എന്തൊക്കെ കാട്ടിയെന്ന് മനസ്സിലായില്ല എന്ന്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് എഴുതി തരണ്ട. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയായൊന്നുമില്ലല്ലോ. അപ്പൊ എന്നെ വിശ്വസിക്കാലോ അല്ലേ നിങ്ങൾക്ക്. ഞാൻ പോലെ അതിൽ പാവം സാധാരണ ഒരു അമ്മയെ കുട്ടികളെയോ എല്ലാം പറഞ്ഞുതരാം കേട്ടോ മക്കൾക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മള് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇനി നമ്മൾ ഷാമ്പൂ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കെമിക്കൽ ഷാമ്പൂ ആവും ചിലവർക്കൊക്കെ അല്ലേ. നമുക്ക് മുടി വൃത്തിയാവണമെങ്കിൽ ചെമ്പരത്തി താളി കൊണ്ട് ഇങ്ങനെ ഡീപ്പായിട്ട് എണ്ണ തേക്കുമ്പോൾ പറ്റില്ല. അതിന് എന്താണെന്നറിയോ, ഇത് കാണിക്കാൻ മറന്നു കുട്ടികളെ. പച്ചരി നല്ലോണം കഴുകി വെള്ളത്തിലിട്ടാട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടില്ലേ. ഇതിന്റെ വെള്ളത്തിൽ നമ്മൾ ഈ ഷാമ്പൂ ആണ് കലക്കി തേച്ചാൽ മതി. എന്താ പറയാ, ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി 1 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ നന്നാണ്. പക്ഷെ ഇതുവരെ ഞാൻ പഞ്ചസാര ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഈ പച്ചരി കുതിർത്തിയ വെള്ളത്തിൽ ഞാൻ ഷാമ്പൂ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാട്ടോ അമ്മ ഇട്ട് വെച്ചിട്ടുള്ളത് പച്ചരി. ഇനിയിപ്പോ നമ്മൾ മുടി കഴുകുക തന്നെയല്ലേ, അപ്പൊ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ പച്ചവെള്ളത്തിൽ ഇട്ടേച്ചാലും മതി. അപ്പൊ ഈ വെള്ളത്തിൽ നമുക്ക് ഷാമ്പൂ കലക്കിയിട്ട് ഇനി മുടി കഴുകണതും കൂടി ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പൊ ഇനി മുടി കഴുകിയിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് മുടി കഴുകേണ്ട ഇന്നത്തെ ദിവസം എന്നുള്ളത് ഇന്നൊരു ദിവസം ഞാൻ കാണിച്ചു തരണ്ടേ. പിന്നെ ഞാൻ കഴുകി കഴിഞ്ഞിട്ട് മുടിയിൽ തോർത്തൊക്കെ കെട്ടിയതിന് ശേഷം മൈക്കൊന്ന് ഊരിയേക്കും കേട്ടോ വെള്ളം പാരുമ്പോൾ. അപ്പോൾ അത് വെറുതെ ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണുക വേണ്ടു, സംസാരം ഒക്കെ ഒഴിവാകുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പൊ എന്താ അത് ചെയ്യേണ്ടതെന്ന് ഞാനുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കണ്ടു നോക്കണം. അത് ചൊവ്വാഴ്ച ഇടും ഞാൻ. നാളെ തിങ്കളാഴ്ച അല്ലേ, അപ്പൊ ആരും ഇത് കാണാൻ മറക്കുന്നരുത്. അപ്പൊ ഇനി നമുക്ക് ഒന്നും ചെയ്യണ്ട, തല കുളിക്കല്ലേ, തല കുളിക്കാം, നമുക്ക് പോവാം. അപ്പൊ അമ്മ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എല്ലാവരും കണ്ടില്ലേ തല കഴുകണത് എങ്ങനെയെന്നുള്ളതും കണ്ടീഷണർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും ഒക്കെ. ഇനി ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസമായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ എണ്ണയുടെ ലിങ്ക് നമ്മളിതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ലിങ്ക് നിങ്ങൾ നോക്കിയിട്ട് എല്ലാവരും ഉപയോഗിക്കണം. ഈ കർക്കിടകത്തിൽ സുഖചികിത്സയുടെ കാലല്ലേ, എണ്ണയൊക്കെ നല്ല മുഖത്ത് തേക്കുക, അതുപോലെ മുടി വളർത്താനും ഒക്കെ പറ്റിയ കാലാട്ടോ. അപ്പൊ അമ്മ ഏറ്റവും അനുയോജ്യമായ ഹെയർ കെയറുമായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറയാൻ മറന്നു ഒന്നും അറിയില്ല, ചിലതൊക്കെ അമ്മ മറന്നു പോകും. പ്രായമായില്ല, എല്ലാ കുട്ടികളും അമ്മോട് ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും പെറ്റമ്മണ്ടായിട്ടല്ലേ മക്കളായിട്ട് വളരണല്ലേ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അമ്മക്ക് കമന്റ് ബോക്സ് കൂടെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് അമ്മ അത് ചെയ്യണതും. അപ്പൊ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.